വൈദിക സെമിനാരിയിൽ അധ്യാപകനായി പോൾ വർഗീസ് എന്നൊരു അച്ഛനുണ്ടായിരുന്നു. കാലത്തെ അതിജീവിക്കുന്ന ദർശനങ്ങളായിരുന്നു പോൾ വർഗീസ് അച്ഛൻ്റേത്. അത്ഭുതത്തോടും അതിലേറെ ആദരവോടും കൂടെയാണ് പിന്നീട് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ഈ അത്ഭുത പ്രതിഭയെ ലോകം വൈദികനായിരിക്കെ തന്നെ സ്വീകരിച്ചത്. പേരിന്റെ ഗൗരവത്തിൽ നിഷ്കർഷയുണ്ടായിരുന്ന പോൾ വർഗീസ് അച്ഛൻ വൈദിക സെമിനാരിയിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ഷെമാശന്റെ ജോൺസൺ എന്ന പേരിനോടുള്ള അനിഷ്ടം ഒരിക്കൽ നേരിട്ട് തന്നെ പറഞ്ഞു. ശിഷ്യനും മടിച്ചില്ല. ഒരവസരം വന്നപ്പോൾ ശിഷ്യൻ തൻ്റെ പേര് മാറ്റി. പിൽക്കാലത്ത് ഈ ശിഷ്യനും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പേരിന്റെ പൊരുൾ പ്രഭാഷണം നമുക്ക് അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചൻ അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് ഇന്ന് ഈ ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും കഥ കൂടെയാണ് നമ്മോട് പറയുന്നത്. തിരുമേനി അപ്പച്ചൻ്റെ കഥ കേട്ടുകൊണ്ട് ഇന്നത്തെ ഞായർ പള്ളിക്കൂടം നമുക്ക് ആരംഭിക്കാം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. എൻ്റെ ഒരു സഹായിയായ ഒരു സഹോദരൻ എന്നോടൊപ്പമുണ്ട് ഇപ്പോൾ. പേര് മെബിൻ. പക്ഷേ ആ പേരിന് അർത്ഥം എന്താ ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ. വേറൊരു പേര് കേൾക്കുന്നു. മൂത്ത കുട്ടി ആൺകുട്ടി കിച്ചു, രണ്ടാമത്തെ കുട്ടിയും ആൺകുട്ടി ബിച്ചു. കിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വേറൊരു വിധത്തിൽ പറയുമ്പോൾ ഈ പേരുകൾക്കൊക്കെ ശബ്ദമേ ഉള്ളൂ, അർത്ഥമില്ല. അർത്ഥമില്ലാത്ത ശബ്ദം അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? നിരർത്ഥകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമ്മളുടെ പേരുകൾക്ക് അർത്ഥമുണ്ടാവണം. അങ്ങനെ തീർച്ചയായും സാർത്ഥകമായിരിക്കണം പേരിൽ തന്നെ നിങ്ങളുടെ ജീവിതം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ പേരെങ്ങനെ കിട്ടി? അപ്പോൾ എൻ്റെ പേരിന് തന്നെ ഒരു ചരിത്രമുണ്ട് എന്ന് പറയുന്നതാവും ശരി. എൻ്റെ പേര് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായ പേര് ജോൺസൺ എന്നായിരുന്നു. ജോൺസൺ. എന്തുകൊണ്ടങ്ങനെ? എൻ്റെ മാമോദീസ പേര് മറ്റൊന്നാണ്. അതെൻ്റെ വല്യപ്പച്ചൻ്റെ പേരാണ് എനിക്ക് ലഭിച്ചത്. പക്ഷെ ഔദ്യോഗികമായി വന്നപ്പോൾ ജോൺസൺ എന്നായി. അതെങ്ങനെ വന്നു? എൻ്റെ പിതാവിൻ്റെ പേര് ജോൺ എന്നാണ്. ജോണിന് കിട്ടിയ മകന് ജോൺസൺ എന്ന് പേര് കൊടുത്തു. ഒരു പക്ഷേ ചില പാശ്ചാത്യ നാമങ്ങൾ അങ്ങനെ ഉണ്ടാവും, അതിനെ അനുകരിച്ചതാവാം. പക്ഷേ ജോൺസൺ എന്ന പേര് എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ജോണിൻ്റെ മകൻ എന്ന അർത്ഥത്തിൽ അത് സന്തോഷമായി തോന്നി. അങ്ങനെ ഔദ്യോഗിക പേര് അങ്ങനെ ഇട്ടു. ഞാൻ സെമിനാരിയിൽ വന്നു. സെമിനാരിയിൽ എൻ്റെ 2ാം വർഷം. അന്നെനിക്ക് 18-19 വയസ്സ് മാത്രം പ്രായം. അപ്പോൾ എൻ്റെ 2ാം വർഷം സെമിനാരിയിൽ അധ്യാപകനായി ഫാദർ പോൾ വർഗീസ് വന്നു. അദ്ദേഹം ഒരു ദിവസം അത്താഴത്തിന് ശേഷം ഇടനാഴിയിൽ സാധാരണ പതിവുള്ളതുപോലെ വിദ്യാർത്ഥികളായ ഞങ്ങളുമൊത്ത് അനൗപചാരികമായ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കെ എന്നോട് ചോദിച്ചു, ജോൺസൺ എങ്ങനെയാ പേര് കിട്ടി? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് ജോൺ, അതുകൊണ്ട് എൻ്റെ പിതാവിന് എന്നെ ജോൺസൺ എന്ന് പേരിടാൻ ഇഷ്ടം തോന്നി. പക്ഷെ അദ്ദേഹം ചിരിച്ചു. എന്നോട് ചോദിച്ചു, മാമോദീസ പേരെന്താ? അത് ഞാൻ പറഞ്ഞു. അപ്പോഴദ്ദേഹത്തിന് അത് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. പോൾ വർഗീസ് അച്ഛന് എന്നെ ഇഷ്ടമായിരുന്നു. പിന്നീട് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിക്ക്. പക്ഷേ എൻ്റെ പേരിഷ്ടമായില്ല. 18-19 വയസ്സുള്ള ഞാൻ അന്ന് തീരുമാനിച്ചു, കുറേ കഴിയുമ്പോൾ എൻ്റെ പേര് ഞാൻ മാറ്റും. അങ്ങനെ അച്ഛനായപ്പോൾ എനിക്കൊരു പുതിയ പേര് വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നിശ്ചയിക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു പിതാവ്, ഒരു അച്ഛൻ, പ്രായമുള്ള അച്ഛൻ പറഞ്ഞു, ഗബ്രിയേൽ എന്ന് പേരിടണം.
ഗബ്രിയേൽ എന്നു പേര്, പ്രധാന ദൂതൻ്റെ പേര്. അതെന്താ കാരണം? അന്ന് ഞാൻ സെമിനാരി വിദ്യാഭ്യാസം കഴിഞ്ഞു ഷമ്മാശനുമായി അച്ഛനാകുന്ന സന്ദർഭത്തിൽ ഒരു പുതിയ പേര് വേണ്ടി വന്നത്. അതിനെന്താ കാരണം? വല്യച്ഛൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയ്ക്ക് വളരെ നന്നായി ഈ ഷമ്മാശൻ ശ്രദ്ധയോടെ നിൽക്കുന്നത് കാണാം. മാലാഖ ഉറങ്ങില്ലല്ലോ, അലക്ഷ്യമായി അലസമായി നിൽക്കുകയില്ലല്ലോ ദൈവസന്നിധിയിൽ. അതുകൊണ്ട് ഗബ്രിയേൽ എന്ന് പേരിടാം. എനിക്കത് വലിയ ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഗബ്രിയേലായി. ഗബ്രിയേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പുരുഷൻ എന്നാണ് അർത്ഥം. ദൈവമനുഷ്യൻ എന്നർത്ഥമുണ്ട്. തീർച്ചയായും അർത്ഥമുള്ള പേരാ. അതുകൊണ്ട് എനിക്കത് വലിയ ഇഷ്ടവുമായി. മാലാഖയുടെ കാവൽ എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കച്ചമുറുക്കി അകലം പാലിച്ച് കൈകൾ ശുദ്ധി വരുത്തി കവചം ധരിച്ച് ഉറച്ച ചുവടുകളോടെ ഈ യുദ്ധം നമുക്ക് ജയിച്ചേ തീരൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ ദിനമാണ് ഇന്ന്. നമ്മുടെ സൺഡേ സ്കൂളിന് നൂറ്റാണ്ടിലേറെ പഴമയുണ്ട്. എന്നാൽ ലോക സൺഡേ സ്കൂളിനോ നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത്. ആ ചരിത്രം ആരംഭിക്കുന്നത് 1780 റോബർട്ട് റേക്സിലൂടെ ഇംഗ്ലണ്ടിലാണ് തുടങ്ങുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം ആ ചരിത്രത്തിലൂടെ ഒന്ന് ഓടിച്ചു പോകാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തീയ വിദ്യാഭ്യാസവും സൺഡേ സ്കൂളും. ക്രൈസ്തവ സഭയിൽ മതബോധനത്തിൻ്റെ അടിസ്ഥാനം യേശുവിൻ്റെ വചനവും അപ്പോസ്തോലിക പാരമ്പര്യവുമാണ്. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന കർത്തൃനിർദ്ദേശമാണ് സൺഡേ സ്കൂൾ പഠനത്തിൻ്റെ ആപ്തവാക്യം. ദൈവാനുഭവത്തിലേക്കുള്ള പ്രവേശനമാണ് സൺഡേ സ്കൂളിൻ്റെ ലക്ഷ്യം. സൺഡേ സ്കൂൾ പാശ്ചാത്യ സമൂഹത്തിൽ. പാശ്ചാത്യ സഭയിലുണ്ടായ സൺഡേ സ്കൂൾ യൂറോപ്പിലുണ്ടായ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമാണെന്ന് പറയാം. റോബർട്ട് റെക്സ് എന്ന ഒരു പത്രപ്രവർത്തകനാണ് ഇംഗ്ലണ്ടിൽ സൺഡേ സ്കൂളിന് ആരംഭം കുറിച്ചത്. മിസസ് കിങ് ആണത്രേ ആദ്യത്തെ സൺഡേ സ്കൂൾ അധ്യാപിക. 1780 ഒരു ഞായറാഴ്ച തെരുവിലലഞ്ഞ കുട്ടികളെ മധുര പലഹാരങ്ങളും മറ്റും നൽകി സ്വാധീനിച്ച് മിസസ് കിങ്ങിൻ്റെ വീട്ടിൽ എത്തിച്ചു. അവിടെ എഴുത്തും വായനയും ആരാധനയും വേദപഠനവും പാഠ്യഭാഗങ്ങളായി. വരുന്ന കുട്ടികൾ വ്യത്യസ്ത പ്രായക്കാരായതിനാൽ മുതിർന്നവരെ ആദ്യം പഠിപ്പിക്കുകയും പിന്നെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുവാൻ അവരെ നിയോഗിക്കുകയും ചെയ്യുന്ന രീതി അവലംബിച്ചു. 1811 റോബർട്ട് റെക്സ് മരിക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ഏതാണ്ട് 5 ലക്ഷം കുട്ടികൾ സൺഡേ സ്കൂൾ അധ്യയനം നടത്തുന്നുണ്ടായിരുന്നു. മതബോധനം മാത്രമായിരുന്നില്ല ഈ പാഠശാലയിലെ പഠന വിഷയങ്ങൾ. ഞായറാഴ്ചകളിൽ മാത്രം കൂടി വരുന്നത് കൊണ്ട് അതിലെത്തിയ കുട്ടികൾ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞുവെന്ന് മാത്രം. സൺഡേ സ്കൂൾ ഭാരതത്തിൽ സെറാംബു ട്രയോ എന്ന പേരിൽ അറിയപ്പെട്ട 3 പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ, വില്യം കേറി, ജോഷുവ മാഷ്മാൻ, വില്യം വാർഡ്, 1800 കൽക്കട്ടയിൽ ഒരു ദിന പാഠശാല ആരംഭിച്ചു. എന്നാൽ അത് ഏതാനും മാസം മാത്രമേ നിലനിന്നുള്ളൂ.
ഏതാനും വർഷം കഴിഞ്ഞ് ഈ പദ്ധതി പുനരാരംഭിച്ചു. ഇതേ തുടർന്ന് 1803 ഭാരതത്തിലെ ആദ്യ സൺഡേ സ്കൂൾ ആരംഭിച്ചു. മറ്റ് വിദേശ മിഷണറിമാരും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സൺഡേ സ്കൂൾ ആരംഭിച്ചു. 1876 അലഹബാദിൽ വിവിധ അസോസിയേഷനുകളുടെ 77 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനം ഇന്ത്യൻ സൺഡേ സ്കൂൾ യൂണിയൻ സ്ഥാപിച്ചു. 1933 ആദ്യമായി ഒരു ഭാരതീയൻ ISSUവിൻ്റെ അധ്യക്ഷൻ ആകുന്നത്, റവറൻഡ് A. റെല്ല റാം. 20 പ്രാദേശിക ഭാഷകളിൽ ISSU സൺഡേ സ്കൂൾ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കി. 1896 മുതൽ വാർഷിക പരീക്ഷയും നടത്തി വന്നു. അധ്യാപക പരിശീലനത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്ന AISSA ഓൾ ഇന്ത്യ സൺഡേ സ്കൂൾ അസോസിയേഷനുമായി OSSE 2007 മുതൽ സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. വിശുദ്ധ തൃത്വവിശ്വാസ പഠനത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ നിയമ സൂചനകളെക്കുറിച്ച് നാം പഠിച്ചു. പുതിയ നിയമത്തിൽ എവിടെയൊക്കെയാണ് തൃത്വം വെളിപ്പെട്ടിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പുതിയ നിയമ പുസ്തകം കൂട്ടുകാർ കയ്യിൽ കരുതുക. ഇതിൽ പറയുന്ന അധ്യായങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ശ്രമിക്കുക. പുതിയ നിയമം വരുമ്പോൾ വളരെ വ്യക്തമാണ് കാര്യം. അവിടെ വേഗ്നെസ് ഒന്നുമില്ല. ആദ്യം പുതിയ നിയമത്തിൽ തൃത്വം കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മാമോദീസ സമയത്താണ്. കർത്താവായ യേശുക്രിസ്തു പുത്രൻ തമ്പുരാൻ യോർദാൻ നദിയിൽ ഇറങ്ങി നിൽക്കുന്നു. പിതാവിന്റെ ശബ്ദം മുകളിൽ നിന്ന് കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം പിതാവിൻ്റെതായിട്ട് കേൾക്കുന്നു. കണ്ടോ, പിതാവിന്റെ ശബ്ദം കേൾക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പുത്രൻ തമ്പുരാൻ യോർദാൻ നിൽക്കുന്നു. വളരെ വ്യക്തമായ സൂചനയായിരുന്നു. പിന്നെ താബോർ മലയിലാണെങ്കിലും പിതാവിന്റെ മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. എന്നിട്ട് മേഘത്തിനൊരു ശബ്ദമുണ്ടായി, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ. അവിടെ ഒരു തൃത്വദർശനം. പിതാവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു, പുത്രൻ തമ്പുരാൻ താബോർ മലയിൽ നിൽക്കുന്നു. കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരെ അയക്കുമ്പോൾ, തന്റെ ഉയർത്തെഴുന്നേൽപ്പെല്ലാം കഴിഞ്ഞിട്ട് സുവിശേഷത്തിനായി സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് അവരെ പറഞ്ഞയക്കുമ്പോൾ, മത്തായി സുവിശേഷം 28 അധ്യായം 19 വാക്യം, 28-19, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. കണ്ടോ, എത്ര വ്യക്തമായിട്ട് കർത്താവ് ഇവിടെ പറയുന്നത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. ദൈവം ഒരുവനേ ഉള്ളൂ, ഏകനേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച പുത്രൻ തമ്പുരാൻ തന്നെ പറയുകയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. ഇതാണ് തൃത്വേകത്വം, ഏകത്വം, തൃത്വം എന്നുള്ള ഓർത്തഡോക്സ് വിശ്വാസം. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ, 17 അതിനകത്തും പിതാവും പുത്രനും നമ്മൾ നല്ലൊരു ബന്ധം വിശദീകരിക്കുന്നുണ്ട്. 14, 15, 16 ഇവിടെ ഈ തൃത്വത്തിന്റെ നല്ല വിശദീകരണം ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട്. 14 അധ്യായം 26 വാക്യം, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ചു തരും. പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ. കണ്ടോ, 3 പേരെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നത്. നിങ്ങൾ സമയം പോലെ ഈ 14 അധ്യായവും 15 അധ്യായവും 16 അധ്യായവും ഭംഗിയായിട്ട് മനസ്സിലൊന്ന് വായിച്ചു നോക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ സന്ധ്യയ്ക്ക് ഈ ഭാഗങ്ങളങ്ങ് വായിച്ചാൽ ഈ തൃത്വത്തിന് നല്ല രൂപരേഖ നിങ്ങൾക്ക് കിട്ടും. ഇനി പൗലോസ്ലീഹ ഈ 2 കൊരിന്ത്യർ 13 അധ്യായം 14 വാക്യം, 2 കൊരിന്ത്യർ 13 അധ്യായം 14 വാക്യം, അവിടെ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇതേ ആശീർവാദമാണ് ശോശപ്പാഘോഷത്തിന് ശേഷം വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ പടിഞ്ഞാറിട്ട് തിരിഞ്ഞെന്ന് നമുക്ക് നൽകുന്നത്. അവിടെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ സദാ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ആശീർവാദം. ഈ പൗലിയൻ ആശീർവാദമാണ് അവിടെ പട്ടക്കാരൻ ജനങ്ങൾക്ക് നൽകുന്നത്. നോക്കിക്കേ, വളരെ വ്യക്തമായിട്ടാണ് പുതിയ നിയമത്തിൽ തൃത്വത്തെക്കുറിച്ച് പറയുന്നത്. ഒരു സംശയം, പുത്രൻ തമ്പുരാന്റെ പടിപ്പേര് തൃത്വത്തെക്കുറിച്ച് വിശദമായിട്ട് പഴയ നിയമത്തിൽ ഒരല്പം സൂചനകളാണ് നൽകിയിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഓർത്തഡോക്സ് ആരാധന എന്ന് പറയുന്നത് സത്യമായ ആരാധനയാണ്. അതുകൊണ്ട് തന്നെ തൃത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ആരാധനയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പറയാതെ ഒരു പ്രാർത്ഥനയും നമുക്കില്ല. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നിങ്ങളോട് ആരെങ്കിലും ഒരു പ്രത്യേക അവസരം തന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോലും തുടങ്ങുന്നതിന് മുമ്പ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പറഞ്ഞു വേണം തുടങ്ങാൻ. അത് കേൾക്കുമ്പോൾ കേൾക്കുന്നവർ മനസ്സിലാക്കും ഈ പ്രാർത്ഥിക്കുന്നവൻ ഓർത്തഡോക്സുകാരനാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം. അതുപോലെ തന്നെ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രാർത്ഥന അവസാനിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയൊക്കെ സംബന്ധിക്കുമ്പോൾ ശ്രദ്ധയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അച്ഛന്റെ എല്ലാ പ്രാർത്ഥനകളും ശ്രദ്ധിക്കണം. തീർക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? പിതാവിനെ സംബോധന ചെയ്യുന്നതാണ് പ്രാർത്ഥന തുടങ്ങുന്നതെങ്കിൽ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പുത്രൻ തമ്പുരാനെ സംബോധന ചെയ്താണ് തുടങ്ങുന്നതെങ്കിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ആദ്യം മുതൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയുള്ളൂ. അതാണ് ഓർത്തഡോക്സ് തന്നെ പ്രാർത്ഥന സ്റ്റൈൽ. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥന നടത്തിയാൽ അവസാനിപ്പിക്കുന്നത് തൃത്വസ്തുതിയോടെ ആയിരിക്കണം. ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും തൃത്വസ്തുതിയോടെ ആകാവൂ. ഇതാണ് ഓർത്തഡോക്സുകാരനാണെന്നുള്ള പേര് വെളിപ്പെടുന്ന സംഗതി. ചോദ്യം ഉത്തരം. വിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളായി ആഘോഷിക്കാൻ വിളംബരം ചെയ്ത ചക്രവർത്തിയുടെ പേര് എന്താണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം. മൗറീസ് ചക്രവർത്തി എന്നതാണ് ശരിയുത്തരം. ശരിയുത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ ആഴ്ച സമ്മാനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അമൻഡ റേച്ചൽ പീറ്റർ, മൂന്നാറിൽ നിന്നാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. ആദ്യം ലഭിച്ച ശരിയുത്തരം അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നിന്നാണ് ഹന്ന സൂസൻ സുമോൽ. 2 പേർക്കും അഭിനന്ദനങ്ങൾ. 2 പേർക്കും പ്രത്യേകം സമ്മാനം ലഭിക്കും. ഇനി ഇന്നത്തെ ചോദ്യം. ഫാദർ പോൾ വർഗീസ് ഏത് പേരിലാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മഹാപുരോഹിതനായി അവരോധിക്കപ്പെട്ടത്? നിങ്ങളുടെ ഉത്തരങ്ങൾ 2020 ഓഗസ്റ്റ് 11 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ലഭിക്കണം. ഉത്തരങ്ങൾ വാട്സപ്പ് മെസ്സേജായോ SMS ആയോ ഇമെയിലായോ അയക്കാവുന്നതാണ്. അയക്കുന്നവർ തങ്ങളുടെ വിലാസവും പേരും കൂടെ അതിൽ ചേർക്കണം. മോളിത് എങ്ങോട്ടാ? പുറത്തേക്ക് ഒരാളെ കാണാൻ. ഇപ്പൊ പോവണ്ട. എനിക്കിപ്പോ പോണം. ഇപ്പൊ പോവണ്ട. അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പുറത്തിറങ്ങാൻ തന്നെ പാടുള്ളൂ. എവിടെയും ആൾക്കൂട്ടമുണ്ടാകും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സന്തോഷങ്ങൾ ഇന്ന് ബൈ പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.